വസീഫ്, ഇപ്പോൾ അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് CPM പറയുന്നു. ഇന്ന് പാർട്ടി മുഖപത്രത്തിൽ അടൂർ പ്രകാശിന്റെ നിലപാടിനെതിരെ തന്നെയാണ് വിമർശനം വന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കൊപ്പം ഭരണത്തിലുള്ളവരുടെ അതിജീവിതയ്ക്ക് എതിരായുള്ള നിലപാടിനെ കുറിച്ചാണ് ഇപ്പോൾ രാജു പി നായർ തിരിച്ചു മറുപടി നൽകുന്നത്. അങ്ങേക്ക് മറുപടി നൽകാം. ഈ രാജു പി നായരൊക്കെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് എങ്ങനെ സംസാരിക്കാം എന്നാലോചിച്ച് വന്നിരിക്കുക. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFിൻ്റെ ഒരു സംസ്ഥാന നേതൃത്വം എന്ന് പറയുന്നത് ആരാ? UDF കൺവീനർ അല്ലേ, അടൂർ പ്രകാശ്. അദ്ദേഹം എന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? എന്തെങ്കിലും ഒരു സംസാരത്തിനിടയിൽ അങ്ങ് അറിയാതെ നമ്മളൊക്കെ സ്ലിപ്പ് ഓഫ് ടങ് എന്ന് പറയുന്നത് പോലെ സംഭവിച്ചതാണോ അത്? കേരളത്തിലെ പോലീസ് ഏതോ കുറച്ച് ആളുകൾക്കെതിരെ കേസെടുക്കാനായിട്ട് നടക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ്. ആ തരത്തിലല്ലേ സംസാരിച്ചത്? അങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അദ്ദേഹം ഇവിടെ മാത്രമാണോ ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്? ഈ ഒരു വിഷയത്തിൽ മാത്രമാണോ? രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോൺഗ്രസ് പുറത്താക്കിയ, കോൺഗ്രസിനകത്ത് തന്നെ കുറേ ദിവസങ്ങളായി മാസങ്ങളായി പരാതികൾ വന്നുകൊണ്ടിരുന്നു എന്ന് സാക്ഷാൽ രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞ ഒരു ആൾക്കെതിരെ, MLAക്കെതിരെ അദ്ദേഹം എന്താ പറഞ്ഞത്? അതെന്തോ AI നിർമ്മിതമായിട്ടുള്ള ശബ്ദമാണ് എന്നല്ലേ പറഞ്ഞത്? എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ വിഷയങ്ങളെ അദ്ദേഹം തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചത്? അത് വെറുതെ പറഞ്ഞതാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്നിട്ട് ഞാൻ പറഞ്ഞതിനെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞ ഓരോന്ന് എടുക്കണ്ടേ നമുക്ക്? രാഹുൽ കേസിലെ അതിജീവിതയെ അദ്ദേഹം അതുപോലെ തന്നെ പറഞ്ഞു. ആ അതിജീവിതയെ അപമാനിക്കുന്നതോടൊപ്പം തന്നെ ഇത് CPMന്റെ ഗൂഢാലോചനയാണ് എന്നുകൂടി പറഞ്ഞു വെച്ചില്ലേ? CPMന്റെ ഗൂഢാലോചനയാണ്. നേരത്തെ AI നിർമ്മിത വോയിസാണ്, AI നിർമ്മിത ദൃശ്യങ്ങളാണ് എന്ന് പറഞ്ഞ അതേ നേതാവ് വീണ്ടും പറഞ്ഞു CPMന്റെ ഗൂഢാലോചനയാണ് എന്ന്. പിന്നെ അപ്പീൽ പോകുന്നത്, ഈ വിഷയത്തിൽ സർക്കാർ അപ്പീൽ പോകും എന്ന് ആലോചിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള സംസാരം ഉണ്ടാകുന്ന സമയത്ത് ഇദ്ദേഹം എന്താ പറഞ്ഞത്? സാക്ഷാൽ അടൂർ പ്രകാശ് സർക്കാരിന് വേറെ പണിയില്ലാഞ്ഞിട്ടാണ്. എങ്ങനെയുണ്ട്? സർക്കാരിന് വേറെ പണിയില്ലാത്തത് കൊണ്ട് അപ്പീലിന് പോവുകയാണോ? ഇദ്ദേഹം ആരാണ്? MP ആണ്, കേരളത്തിലെ കോൺഗ്രസിൻ്റെ UDFിൻ്റെ കൺവീനറാണ്. എന്നിട്ട് ആ തരത്തിലുള്ള ഒരു പ്രതികരണമോ പ്രതിഷേധമാണോ ഉയർന്നു വന്നത്? അങ്ങനെയല്ലല്ലോ വന്നത്. ഞാൻ ദിലീപുമായി വ്യക്തിപരമായി നല്ല അടുപ്പം, അതോടൊപ്പം തന്നെ ദിലീപിന് നീതി ലഭിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദീർഘനേരമായി ഉള്ള അദ്ദേഹത്തിന്റെ സംസാരമാണ്. പക്ഷേ വസീഫ്, അപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പെട്ടെന്ന് ഇടപെടുകയും ദീപാദാസ് മുൻഷി അടക്കം ഇടപെടുകയും തിരുത്തിച്ച് പ്രതികരിക്കണമെന്ന് പറയുകയും അടുത്ത ഘട്ടത്തിൽ തന്നെ ഘടകം മറിഞ്ഞുള്ള പ്രതികരണം നമ്മൾ കണ്ടല്ലോ. അദ്ദേഹത്തിന് ഉള്ളിൽ നിന്ന് വന്നതായാലും അല്ലെങ്കിലും പാർട്ടി തിരുത്തിച്ചു എന്നുള്ളൊരു കാര്യം അവിടെ നിൽക്കുന്നു. മുകേഷ് ഇന്നലെ നടത്തിയ പ്രതികരണം എന്താണ്? ഇപ്പോൾ പോലീസിലെ ക്രിമിനൽ എന്ന ദിലീപിന്റെ പരാമർശത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അതാണല്ലോ ഇപ്പോൾ കണ്ടുവരുന്നത് എന്നാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇടതുപക്ഷ MLA ഉദ്ദേശിച്ചിരിക്കുന്നത്? ദിലീപിൻ്റെ ഈ വിഷയത്തിൽ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസവും ഞങ്ങളൊക്കെ നിങ്ങൾ കാണേണ്ടത് ഞങ്ങളുടെ ഔദ്യോഗിക സംവിധാനങ്ങളെല്ലാം, നിങ്ങൾ തന്നെ ഇപ്പോൾ പറഞ്ഞു, എൻ്റെ മുമ്പിലുള്ളത് ദേശാഭിമാനി എന്ന് പറയുന്നത് ഞങ്ങളുടെ CPMന്റെ മുഖപത്രമാണ്. അതിൻ്റെ എഡിറ്റോറിയൽ പറയുന്നത് UDFിൻ്റെത് സ്ത്രീവിരുദ്ധ നിലപാട്, കേരളം അതിജീവിതക്കൊപ്പം എന്ന് പറഞ്ഞ് വളരെ വിശദമായി UDF കൺവീനറുടെ കഴിഞ്ഞ ദിവസത്തെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് ഇന്ന് പത്രം ഇറങ്ങുക. അങ്ങനെയാണല്ലോ. ഇനിയിപ്പോൾ ഇന്ന് മാറ്റി പറഞ്ഞത് നാളെ അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളുമായിട്ട് പോകും. ഞങ്ങളുടെ പ്രവർത്തകരും ഞങ്ങളുടെ സംഘടനയും ഞങ്ങളുടെ സംവിധാനവും ഒക്കെ ഒറ്റ നിലപാടേ ഉള്ളൂ. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന മുകേഷും മറ്റു ഉള്ളവരും പറയുന്ന അഭിപ്രായങ്ങളെ ഏതെങ്കിലും ഒരു വാചകം അടർത്തിയെടുത്ത് അതിനൊരു അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. പിന്നെ ഇദ്ദേഹം പറഞ്ഞു മുകേഷിനെ കുറിച്ച്, മുകേഷ് ഒരു കലാകാരൻ എന്നുള്ള നിലക്കാണ് ഞങ്ങൾ അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നത്. അദ്ദേഹത്തെ CPMന്റെ ഏതെങ്കിലും ഒരു റാങ്ക് ആൻഡ് ഫയൽ അദ്ദേഹം ഒരു സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് കൊടുത്ത പരിഗണനയോ MLA സ്ഥാനം ഒന്നും അല്ല. CPIM അംഗമല്ല അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ. അദ്ദേഹത്തെ പോലെ തന്നെ എന്ന് പറയാൻ പറ്റില്ല, അതുപോലെ അതിനേക്കാൾ ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ച ആളുകളാണ് വിൻസെന്റ് MLAയും എൽദോസ് കുന്നപ്പള്ളി MLAയും. അവരെവിടെയാണ് ഉള്ളത്? UDFിൻ്റെ കോൺഗ്രസിൻ്റെ MLA അല്ലേ? ഈ പറയുന്ന വിൻസെന്റ് MLA ജയിലിൽ പോയി തിരിച്ചു വന്നതാ. ആ ജയിലിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഇവർ കൊടുത്ത സ്വീകരണത്തെക്കുറിച്ച് ഇവരെന്താ ചർച്ച ചെയ്യാത്തത്? അങ്ങനെ സ്വീകരണം കൊടുത്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്തില്ലേ? UDFിൻ്റെ പുനഃസംഘടന ഉണ്ടായ സമയത്ത്, UDFിൻ്റെ അല്ല കോൺഗ്രസിൻ്റെ പുനഃസംഘടനയിൽ വിൻസെന്റ് MLAക്ക് പ്രൊമോഷൻ കൊടുത്ത്, പുതിയ സ്ഥാനമാനങ്ങൾ കൊടുത്ത്, ഉന്നത സ്ഥാനത്ത് ഇരുത്തിയ ആളുകൾ വന്നിട്ടാണ് ഇങ്ങനെ വർത്താനം പറയുന്നത്.
ഇപ്പുറത്ത് മുകേഷിനെതിരെയുള്ള കേസുകൾ എന്നുള്ള കേസുകളാ, വർഷങ്ങൾക്ക് മുമ്പുള്ള കേസാണ്. ഏത് കേസായാലും അത് അന്വേഷണം നടത്തണം. അതിൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംശയമില്ല. MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. കേസ് അവിടെ നിൽക്കട്ടെ. കേസ് നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. കേസല്ല ഞാൻ ചോദിച്ചത്. പോലീസുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ പോലീസ് ആണോ, ദിലീപ് പറഞ്ഞതുപോലെ ക്രിമിനൽ പോലീസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ എന്നാണ് അദ്ദേഹം പറയുന്നത്. Debate with Smriti Parathikkad.